ഒരു റൊമാൻറ്റിക് സിനിമ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന നായിക ഓർ നായകൻ, അല്ലെങ്കിൽ വേണ്ട റൊമാൻസ് വിട്ടേക്ക്, സാധാരണ ഒരു സിനിമ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന നായിക ഓർ നായകൻ എങ്ങനെയിരിക്കും? ആ ഇമേജ് എങ്ങനെയാണ്? എൻ്റെ മനസ്സിൽ അവരിതാ ഇങ്ങനെ ഇരിക്കും. ഒന്ന് റിലീസ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സിനിമയുണ്ട്. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഇനി തിരിച്ചു കിട്ടാൻ ഒരു സാധ്യതയില്ലാത്ത ആ പഴയ ലോകം ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ബിഗ് സ്ക്രീനിൽ 1.5 മണിക്കൂർ ഒന്നുകൂടി കാണണം. കൂട്ടത്തിൽ വെല്ലിച്ചനെയും വല്യമ്മേനെയും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യണം. വെല്ലിച്ചനും വല്യമ്മ ആരാന്നല്ലേ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഈ സിനിമ ഒരു 3 തവണ കണ്ടിട്ടുണ്ട്. 3 തവണ എന്ന് പറയുമ്പോൾ എൻ്റെ 3 ഡിഫറെൻറ്റ് ഫേസ് ഓഫ് ലൈഫിലാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ഒബ്വിയസ്ലി കണ്ടത് ഒരേ സിനിമയായിരുന്നു, പക്ഷേ ഓരോ തവണയും കണ്ടപ്പോൾ മാറിയത് ഞാനായിരുന്നു. മനസ്സ് നിറഞ്ഞ് ഒരു ചെറു പുഞ്ചിരിയോടെ കണ്ടിരിക്കാൻ പറ്റുന്ന 2000-ൽ ഇറങ്ങിയ ഒരു ചിത്രം, ഒരു ചെറു പുഞ്ചിരി. ശ്രീ M.T. വാസുദേവൻ നായർ സർ തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ഈ ചിത്രത്തിൽ മഹാനായൊരു റൈറ്റർ ഡയറക്ടർ ആയതിൻ്റെ മാജിക് കാണാൻ സാധിക്കും. പിന്നെ ഇതൊരു ഫിലിം അനാലിസിസ് ആണോ എന്ന് ചോദിച്ചാൽ ഇതിന് എന്ത് പേരിട്ട് വിളിക്കണം എന്ന് എനിക്കറിയില്ല. I'm here to talk about something I love so much. And I genuinely feel ഈ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ആ കഥ പോവുക നമ്മുടെ കണ്ണനെ ചുറ്റിപ്പറ്റിയായിരിക്കും. അയ്യോ, ഓ മൈ ഗോഡ്, ഹൗ കം ഐ ഫോർഗെറ്റ്. വല്യച്ഛനും വല്യമ്മയും കണ്ണനും കഴിഞ്ഞ എൻ്റെ ഫേവറേറ്റ് കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ആ വീടും ആ പറമ്പും അവരുടെ ആ ഒരു കൃഷിയും അവരുടെ പൂക്കളും കായ്കളും ഫലങ്ങളും ഒക്കെയാണ് കേട്ടോ. ഭയങ്കര രസമായിട്ടാണ് ഇത്. എക്സാജറേഷനേ അല്ല കേട്ടോ, നിങ്ങൾ കാണണം. ഭയങ്കര നാച്ചുറലി, ഭയങ്കര ഓർഗാനിക്കലിയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതർ ദാൻ ദ ലവ് ഫ്രം ഓഡിയൻസ്, ഈ സിനിമയ്ക്ക് സ്റ്റേറ്റ്, നാഷണൽ, ഇൻ്റർനാഷണൽ അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻസ് വരെ കിട്ടിയിട്ടുണ്ട്. സോ ലോങ് സ്റ്റോറി ഷോർട്ട്, ഇത് ഭയങ്കര നൊസ്റ്റാൾജി അടുപ്പിക്കുന്ന ഹായ് എന്ത് നല്ല പടം എന്ന് കണ്ടവസാനിപ്പിക്കാൻ പറ്റുന്നൊരു പടം മാത്രമല്ല, അന്നേ ക്രിട്ടിക്സും ജൂറീസും ഒക്കെ റെക്കഗ്നൈസ് ചെയ്ത ഒരു ക്രാഫ്റ്റാണ് ഈ സിനിമ. വല്യച്ഛൻ്റെ ഒരു ചാപ്പാട് രാമനാണെന്നറിയാമല്ലോ. വയറു നിറയെ ടേസ്റ്റി സദ്യ കഴിച്ച് അമ്മാളുകുട്ടിയമ്മ അത്രയും നാളും പറഞ്ഞിരുന്ന ഒരു പുളുക്കഥയുടെ റിയൽ സ്റ്റോറി, അതായത് വല്യച്ഛന് ഒരുപാട് സന്തോഷം കൊടുക്കുന്ന ഒരു റിയൽ സ്റ്റോറിയൊക്കെ കേട്ട് അമ്മാളുകുട്ടിയമ്മയുടെ കല്യാണത്തിൻ്റെ അന്ന് വല്യച്ഛനെ കുറിച്ചുണ്ടായ ഇമ്പ്രഷനെ കുറിച്ചൊക്കെ ഒന്നും കൂടിയൊക്കെ അമ്മാളുകുട്ടിയമ്മയിൽ നിന്ന് തന്നെ കേട്ട് അമ്മാളുകുട്ടിയമ്മയുടെ തൊട്ടടുത്ത് കിടന്ന് ഭാഗ്യപ്പെട്ട ഒരു മരണം. ഓക്കെ, ഒരു ചെറു പുഞ്ചിരി. കാണാത്തവർ ഡെഫിനറ്റ്ലി കാണണം, കണ്ടവർ ഒന്നുകൂടി കണ്ടേക്ക്.